വീണ്ടും നമ്മൾ കുറച്ച് കാസർഗോട്ടുകാരുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇരുള നൃത്തം കഴിഞ്ഞിട്ടുള്ള ടീമാണ്. കാസർഗോഡ് ഏതാ സ്കൂള്? ചട്ടഞ്ചാല്. ആഹാ, നമുക്ക് പറഞ്ഞറിയില്ല, കാസർഗോഡ് നമുക്ക് പരിചയമില്ല, എന്നാലും ചോദിച്ചെന്ന് മാത്രമേ. നിങ്ങൾ ഏത് ക്ലാസ്സിലൊക്കെ ഉള്ളവരാണുള്ള ഗ്രുപ്പിൽ? നമ്മൾ എല്ലാവരും +1 ആണ്. നിങ്ങൾ ഇങ്ങനെ ആദ്യമായിട്ടാണോ മത്സരത്തിന് വരുന്ന കലോത്സവത്തിന്? അതെ. എങ്ങനെയുണ്ട് തൃശ്ശൂരുള്ള ഈ ഒരു കലോത്സവം? നല്ലുണ്ട്. നല്ലുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നപ്പോഴേ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്ലാങ്ങിനോട് എപ്പോഴും ഒരു കൗതുകമാണ്. നിങ്ങൾക്ക് തോന്നിയോ ഞങ്ങളുടെ തൃശ്ശൂർ സ്ലാങ്ങിനെ പറ്റി എന്താ അഭിപ്രായം? കുറേ ചേഞ്ച് ഉണ്ട് കാസർഗോഡ് വെച്ച് കമ്പയർ ആക്കുമ്പോൾ സ്ലാങ്. ഇത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ആണോ? എന്താ വ്യത്യാസം തോന്നണേന്ന് പറയാൻ പറ്റുമോ? അല്ല, ഓരോരോ ആ ഒരു സ്റ്റൈലും പിന്നെ ഓരോരോ വേർഡെല്ലാം വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കണം അല്ലേ, എന്താ ഈ പറയണേന്ന് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ടൈം ഇങ്ങനെ ശ്രദ്ധ കൊടുക്കണം അല്ലേ. വേറെ ഏതോ ഒരു ഭാഷ കേൾക്കണ പോലെ തോന്നുന്നുണ്ടോ? അപ്പോൾ എന്തായാലും നമ്മുടെ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? മത്സരം അടിപൊളിയായിരുന്നു. നമ്മള് നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റി അല്ലേ. ഇനി റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാണോ? അതെ. എങ്ങനെ ഉണ്ടാവും റിസൾട്ട്? ഫസ്റ്റ് കിട്ടണം എന്നാണൊരു. അതെ, അപ്പോൾ അത് കിട്ടട്ടെ. എന്താ ഇവിടെ ഇവർക്കൊരു വിശ്വാസമില്ല കേട്ടോ, അവിടെ ഫസ്റ്റ് കിട്ടണം എന്ന് പറയുമ്പോൾ ഇവിടെ ഭയങ്കര ചിരി. കിട്ടില്ലേ? എ ഗ്രേഡ് കിട്ടും. എ ഗ്രേഡ് കിട്ടും. ഫസ്റ്റ് കിട്ടില്ല എന്നാ? കിട്ടും. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റിന് വേണ്ടിയിട്ടാണ് കളിച്ചല്ലേ, അത് കിട്ടണം എന്ന് വിചാരിക്കാം. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എ ഗ്രേഡ് ആയാലും എ ഗ്രേഡ് എന്തായാലും ഉണ്ടാവും അല്ലേ, അതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആ പെർഫോമൻസ് കുറച്ചൊന്ന് ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുമോ? നല്ല രസമായിട്ട് ചെയ്തല്ലേ, നല്ല പാട്ട്. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒപ്പം താളം പിടിക്കാൻ തോന്നുന്ന പോലെയുള്ള പാട്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് നേരം നിൽക്കുമ്പോൾ പുറം കഴക്കുന്നുണ്ടോ? ശീലായി. കഴക്കാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ഭാഷയിൽ കഴക്കിയ വേദന. ഓക്കെ, അപ്പോൾ പുറത്തൊരു വേദനയൊക്കെ തോന്നുന്നുണ്ടോ? ശീലായി, അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് ശീലമായി അല്ലേ. അതുപോലെ ഇതിലൊരു ഒരു സൗണ്ട്, സ്പെഷ്യൽ സൗണ്ട്സ് ഒക്കെ ഓരോരുത്തർ. ആരായിരുന്നു അത്? ആരൊക്കെയാ? എന്തൊക്കെയാ? ഓരോരുത്തർ അവനവൻ്റെ സൗണ്ട് ഒന്നുണ്ടോ? അടുത്തത് ഇവിടെ. എനിക്കോണ്ട് ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്താൽ പിന്നെയും പിടിക്കാം. ഇത് എങ്ങനെ പിടിക്കുന്ന എനിക്ക്. ഇത് ആരാ പഠിപ്പിച്ചേരണ ഇതൊക്കെ? മാഷാണല്ലേ. മാഷിന്റെ പേരെന്താ? സജീഷ്, പിന്നെ അഭിജിത്ത്, അനീഷ്, സുധീഷ്. ഈ സൗണ്ട് ഉണ്ടാക്കാൻ പഠിക്കാനായിട്ട്, ഇത് മൊത്തത്തിൽ പഠിക്കാൻ കുറെ സമയം എടുക്കും. ഈ സൗണ്ട് പഠിക്കാനായിട്ട് കുറെ കഷ്ടപ്പെട്ടോ? ഇല്ല, ഈസി ആയിരുന്നോ? അങ്ങനെയല്ല, മാഷ് പറഞ്ഞു. അപ്പൊ വേഗം ഫസ്റ്റ് ട്രയൽ റെഡി ആക്കുന്നില്ലേ? മിടുക്കിയാണ്. നിങ്ങളോ? നിങ്ങളുടെ സൗണ്ട് എങ്ങനെയാ? ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല, ബുദ്ധിമുട്ടുണ്ടായിട്ട് ഇല്ല, എല്ലാവരും മിടുക്കികളായതുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു, അപ്പം തന്നെ റെഡിയാക്കി. എന്തായാലും അടിപൊളി പെർഫോമൻസ് ആയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ പ്രതീക്ഷിക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.